വടിവേലും ഫഹദ് ഫാസിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാരീസൺ സിനിമ എനിക്ക് ഒരു ഡീസന്റ് ഡ്രമാറ്റിക് ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കൊള്ളാം, കുഴപ്പമില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം അല്ലെങ്കിലും ഡീസന്റ് ആയിട്ട് നമുക്ക് വർക്കാവുന്ന ഒരു ത്രില്ലറാണ്. വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ടു പേര് തമ്മിൽ കണ്ടുമുട്ടുകയും രണ്ടുപേർക്കും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങൾ അവരത് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുമിച്ച് വന്നു ചേരുന്ന സമയത്ത് അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ സംസാരിച്ചു പോകുന്നത്. ഈ മാരീസൺ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ രാമായണത്തിലെ മാരീചൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്ക് ഇതിലെ ഒരു പ്രത്യേക ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ട്. പല പല മുഖങ്ങൾ കാണിക്കുന്ന ഓരോ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിനോട് ഇണങ്ങാനും അത് ഏതൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഉള്ളത് അതിനോട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാഹചര്യത്തിനോട് ഇണങ്ങുന്ന തരത്തിൽ സ്വഭാവം മാറ്റി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരണം ഞാൻ പറയുന്നില്ല, അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് എന്താണ് എനിക്ക് ഫീൽ ചെയ്തത് വെച്ചാൽ വടിവേലുവും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും നല്ലൊരു ഓൺ സ്ക്രീൻ പെയറായിട്ട് ഫീൽ ചെയ്തു. മാമന്നൻ എന്ന് പറയുന്ന ആ സിനിമയിൽ അവര് വില്ലൻ നായകൻ ആ ഒരു മീറ്ററാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ കുറെ ഏരിയയിലൊക്കെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വളരെ വാമായിട്ടുള്ള അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓൺ സ്ക്രീനിൽ അത് കാണുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ നടക്കുന്ന പോലെ തന്നെ തോന്നും. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ വാംത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പല സാഹചര്യങ്ങളും. അപ്പൊ ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഇനിയും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വരണം എന്ന് എനിക്കൊരു പേഴ്സണൽ ആഗ്രഹമുണ്ട്. കോമഡി ഫിലിം ആണെങ്കിൽ അവർ രണ്ടുപേരും കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോമഡി ഫിലിം വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കണ്ടപ്പോൾ എനിക്ക് ഫീലായി. പിന്നെ ഇതിലെ കഥയിലോട്ട് വരികയാണെങ്കിൽ കഥ നമ്മൾ കണ്ട് പരിചയിച്ച് കേട്ട് പഴകിയ കഥ തന്നെയാണ്. പക്ഷെ ആ കഥയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലുള്ള വ്യത്യസ്തതയാണ് ഈ സിനിമയെ ഇതേ ടെംപ്ലേറ്റിൽ ഇതേ സ്റ്റോറി ലൈനിൽ വരുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. പിന്നെ ഫഹദിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലെ പ്രസാദും അതുപോലെ തന്നെ വേട്ടയനിലെ പാട്രിക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരുമിച്ചുള്ള ഷെയ്ഡ്സ് വരുന്ന ഒരു പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടർ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത്. രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും അവിടെ ഇവിടെ ആയിട്ട് പിക്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ലക്ഷ്യം വ്യത്യസ്തമാണ്. സ്വഭാവ ചില സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നേച്ചറൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. സിനിമയിൽ ഫഹദ് ഫാസിലിനെ കമ്പയർ ചെയ്യുമ്പോൾ വടിവേലുവിനാണ് ആ സ്ക്രീൻ സ്പേസും അതുപോലെ തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വടിവേലു തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു വടിവേലു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഫഹദ് ഫാസിൽ തന്നെ ഈ റോള് അഭിനയിക്കേണ്ടിയിരുന്നോ എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു ഡയമെൻഷൻ ചിന്തിക്കുക. ഫഹദ് ഫാസിൽ അഭിനയിച്ചത് കൊണ്ട് ഈ റോള് വടിവേലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആ ഒരു വ്യത്യസ്തത അവരുടെ ആ സ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൂടി പുറത്ത് കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചത് കൊണ്ട് കൂടി ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഒരു ഫ്രഷ്നെസ് തോന്നുന്ന തരത്തിലുള്ള ഒരു മൂഡ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു ഡീസന്റ് വാച്ചാണ് ഏറ്റവും പുതിയ ഫഹദ് ഫാസിൽ വടിവേലു സിനിമ മാരീസൺ.